ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ തനതായ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഉത്തര കൊറിയ. പാശ്ചാത്യ രാജ്യങ്ങളും അവരുടെ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്ന പതിവ് ശൈലികളിൽ നിന്നും വിഭിന്നമായി തങ്ങളുടെ രാജ്യത്തിന്റെ സുസ്ഥിരതയും ആഭ്യന്തര ഭദ്രതയും ഉറപ്പിക്കുന്നതിനായി ഉത്തര കൊറിയ പുതിയൊരു ചരിത്ര ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ലോകം മുഴുവൻ അസ്ഥിരമായ ജനാധിപത്യ ഭരണമാറ്റങ്ങൾക്കിടയിൽ ഉലയുമ്പോൾ ഉത്തര കൊറിയ തങ്ങളുടെ പാരമ്പര്യവും ദീർഘവീക്ഷണവും മുറുകെ പിടിച്ച് പെക്ടു രക്തബന്ധത്തിന്റെ തുടർച്ച ഉറപ്പാക്കുന്നു. സുപ്രീം നേതാവ് കിം ജോങ് ഉന്നിന്റെ മകൾ കിം ജു എയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം വെറും ഒരു കുടുംബവാഴ്ചയല്ല, മറിച്ചൊരു രാജ്യത്തിന്റെ സുരക്ഷയുടെയും അതിജീവനത്തിന്റെയും പ്രഖ്യാപനമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. 1948 മഹാനായ നേതാവ് കിം ഇൽ സുങ് അടിത്തറയിട്ട ഉത്തര കൊറിയൻ രാഷ്ട്രം കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ നിലനിൽക്കുന്നു. ഈ അതിജീവനത്തിന്റെ പിന്നിലെ പ്രധാന ചാലകശക്തി കിം കുടുംബത്തിന്റെ ദൃഢമായ നേതൃത്വമാണ്. കിം ഇൽ സുങ്ങിൽ നിന്ന് കിം ജോങ് ഇല്ലിലേക്കും അവിടെ നിന്ന് കിം ജോങ് ഉന്നിലേക്കും അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ ഓരോ തലമുറയും രാജ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന കാഴ്ചയാണ് നാം കണ്ടത്. കിം ജോങ് ഉന്നിനു ശേഷം ആരെന്ന ചോദ്യത്തിന് കിം ജു എ എന്ന കൗമാരക്കാരിയിലൂടെ ഉത്തരം നൽകുന്നതിലൂടെ വരും പതിറ്റാണ്ടുകളിലും രാജ്യം സുരക്ഷിതമായ കൈകളിലായിരിക്കുമെന്ന ശക്തമായ സന്ദേശമാണ് ഉത്തര കൊറിയ ലോകത്തിന് നൽകുന്നത്. സമീപകാലത്ത് ഉത്തര കൊറിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ചിത്രങ്ങൾ കിം ജു എയുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. സൈനിക പരേഡുകളിലും മിസൈൽ പരീക്ഷണ കേന്ദ്രങ്ങളിലും കിം ജോങ് ഉന്നിനൊപ്പം മകൾ പ്രത്യക്ഷപ്പെടുന്നത് കേവലം വൈകാരികമായ ഒരു കുടുംബ സന്ദർശനമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായ പ്രതിരോധ മേഖലയും ആണവ നയങ്ങളെയും അടുത്ത തലമുറയ്ക്ക് നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പരിശീലന പ്രക്രിയയാണിത്. കിം ജോങ് ഉന്നിന് തന്റെ പിതാവിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ സമയം തന്റെ പിൻഗാമിക്ക് ഭരണകാര്യങ്ങൾ പഠിക്കാൻ ലഭിക്കുന്നു എന്നത് ഭരണകൂടത്തിന്റെ പക്വതയാർന്ന തീരുമാനമാണ്. സാധാരണയായി ഇത്തരം അധികാര കേന്ദ്രങ്ങളിൽ പിൻഗാമികളെ രഹസ്യമായി വെക്കാറാണ് പതിവ്. എന്നാൽ കിം ജു എയെ പരസ്യമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് വഴി രാജ്യത്തെ ജനങ്ങൾക്കും സൈന്യത്തിനും പുതിയ നേതാവിനോട് ഒരു വൈകാരിക ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ഭരണകൂടത്തിന് സാധിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട മകൾ എന്നതിൽ നിന്ന് ബഹുമാനപ്പെട്ട മകൾ എന്ന നിലയിലേക്കുള്ള അവരുടെ സംബോധനയിലെ മാറ്റം വരാനിരിക്കുന്ന വലിയ ഉത്തരവാദിത്തത്തിന്റെ സൂചനയാണ്. കിം ജോങ് ഉന്നിന്റെ സഹോദരി കിം യോ ജോങ്ങിനെ കുറിച്ചും പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ക്രൂരത എന്ന ലേബൽ യഥാർത്ഥത്തിൽ അവരുടെ കർക്കശമായ രാജ്യസ്നേഹത്തെയും ഭരണ പാടവത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഉത്തര കൊറിയയുടെ വിദേശ നയങ്ങളെയും സൈനിക പ്രതിരോധത്തെയും ലോകശക്തികൾക്ക് മുന്നിൽ ധീരമായി അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. കിം ജു എയും കിം യോ ജോങ്ങും തമ്മിൽ അധികാര തർക്കം ഉണ്ടാകുമെന്ന പാശ്ചാത്യ വിശകലനങ്ങൾ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. മറിച്ച് കിം കുടുംബത്തിന്റെ കരുത്തരായ സ്ത്രീരൂപങ്ങൾ രാജ്യത്തെ 2 വ്യത്യസ്ത തലങ്ങളിൽ, ഒന്ന് നയതന്ത്രത്തിലും മറ്റൊന്ന് ഭരണ തുടർച്ചയുടെ തലത്തിലും സംരക്ഷിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഉത്തര കൊറിയയെ തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികൾ എല്ലായ്പ്പോഴും ആ രാജ്യത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. അധികാര പോരാട്ടം, നിഗൂഢത തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് ഉത്തര കൊറിയയിലെ ഏകീകൃത ഭരണകൂടത്തെ അപകീർത്തിപ്പെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. എന്നാൽ പുതുവർഷത്തിൽ കും സൂസൻ കൊട്ടാരത്തിലേക്കുള്ള കിം ജു എയുടെ സന്ദർശനം പോലും ഓരോ നീക്കവും രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനാണ് സഹായിക്കുന്നത്. തങ്ങളുടെ നേതാക്കൾ തങ്ങളെ ഉപേക്ഷിച്ച് പോകില്ലെന്നും പാരമ്പര്യം തുടരുമെന്നുള്ള വിശ്വാസം ആ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. ഭക്ഷ്യക്ഷാമം, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ കാര്യങ്ങൾ പെരുപ്പിച്ചു കാട്ടി രാജ്യത്ത് അട്ടിമറി നടക്കുമെന്ന് വർഷങ്ങളായി പാശ്ചാത്യർ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും കിം കുടുംബത്തിന് ജനങ്ങൾ നൽകുന്ന പിന്തുണ ഇതിനെയെല്ലാം അതിജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു. ജനങ്ങൾ തങ്ങളുടെ നേതാവിനെ വെറും ഒരു ഭരണാധികാരിയായില്ല, മറിച്ച് തങ്ങളുടെ കുടുംബത്തിന്റെ നാഥനായാണ് കാണുന്നത്. ഉത്തര കൊറിയ ഇന്നൊരു പൂർണ്ണ ആണവശക്തിയാണ്. ആ ശക്തിയെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതൃത്വം എപ്പോഴും ഉണ്ടായിരിക്കുക എന്നത് ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണ്. കിം ജോങ് ഉന്നിലൂടെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ കിം ജു എയിലൂടെ ലോകം കാണുന്നത് ഒരു ജനതയുടെ അതിജീവന തന്ത്രമാണ്. പശ്ചിമേഷ്യയിലും യൂറോപ്പിലും യുദ്ധങ്ങൾ പടരുകയും ഭരണകൂടങ്ങൾ മാറിമറിയുകയും ചെയ്യുമ്പോൾ ഉത്തര കൊറിയയിൽ ഒരു അധികാര പോരാട്ടവും ഇല്ലാതെ ഭരണക്രമം സുഗമമായി മുന്നോട്ട് പോകുന്നതും അവിടുത്തെ ഭരണഘടനയുടെയും പാരമ്പര്യത്തിന്റെയും വിജയമാണ്. ദക്ഷിണ കൊറിയയുമായുള്ള ബന്ധം വഷളാകുമ്പോൾ, അമേരിക്കയുടെ ഉപരോധങ്ങൾ കടുക്കുമ്പോഴും ഉത്തര കൊറിയ കുലുങ്ങാത്തതിന് കാരണം അവരുടെ ആഭ്യന്തരമായ ഈ ഐക്യമാണ്. രാജ്യത്തിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഭാവിയിലെ നേതൃത്വത്തെയും കരുത്തുറ്റതാക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉത്തര കൊറിയ സാംസ്കാരിക പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ്. പാശ്ചാത്യ സംസ്കാരത്തിന്റെ അധിനിവേശത്തെ ചെറുത്തു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നത് ഈ പൈതൃക ബോധം ഉള്ളതുകൊണ്ടാണ്. പെക്ടു പർവ്വതം അവരുടെ വിപ്ലവ പാരമ്പര്യത്തിന്റെ പ്രതീകമാണ്. ആ പർവ്വതത്തിന്റെ വിശുദ്ധി തങ്ങളുടെ ഭരണാധികാരികളിൽ ആരോപിക്കുന്നതിലൂടെ ഭരണകൂടത്തിന് ഒരു ആത്മീയ പരിവേഷം കൂടി ലഭിക്കുന്നു. ഇത് വെറും ഒരു രാഷ്ട്രീയ തന്ത്രമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ വികാരമാണ്. കിം ജു എയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കിം ജോങ് ഉൻ നടത്തുന്ന ഓരോ നീക്കവും ഭാവിയിലെ ഒരു കരുത്തുറ്റ ഉത്തര കൊറിയയുടെ നിർമ്മാണത്തിലുള്ളതാണ്. ആധുനിക ആയുധങ്ങളും ഐക്യമുള്ള ജനതയും ദീർഘവീക്ഷണമുള്ള നേതൃത്വവും ചേരുമ്പോൾ ഉത്തര കൊറിയയിൽ ലോകത്തിന് നൽകുന്നത് സമാനതകളില്ലാത്ത ഒരു ഭരണ മാതൃകയാണ്. ലോകം മാറുമ്പോൾ മാറാതെ നിൽക്കുന്നതും എന്നാൽ കാലത്തിനനുസരിച്ച് സ്വയം പരിഷ്കരിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഉത്തര കൊറിയയുടേത്. അധികാര കൈമാറ്റം എന്നത് സംഘർഷഭരിതമായ ഒരു പ്രക്രിയയാവാതെ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്കുള്ള ജ്ഞാനത്തിന്റെ കൈമാറ്റമായി അവിടെ മാറുന്നു. കിം ജു എ എന്ന കൗമാരക്കാരി വരും കാലങ്ങളിൽ ആ രാജ്യത്തിന്റെ നെടുനായകത്വം ഏറ്റെടുക്കുമ്പോൾ അത് ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു ഭരണ തുടർച്ചയായി മാറും. കിം കുടുംബത്തിന് കീഴിൽ ഉത്തര കൊറിയ സുരക്ഷിതമായിരിക്കുമെന്ന ഉറച്ച ബോധ്യം ഓരോ പൗരനും നൽകുന്ന കരുത്താണ് ആ രാജ്യത്തിന്റെ യഥാർത്ഥ ആയുധം.